ഇപ്പോൾ BJP വക്താവ് CV സജിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ CV സജിനി, ഇപ്പോൾ ഈ രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം അത് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ രാജ്ഭവനിലെ പരിപാടികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടങ്ങും എന്നുള്ള രീതിയിലാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിനെതിരെ വലിയ വിമർശനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഈ സർക്കാരിന് പ്രതികരിക്കാൻ അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടാൻ സർക്കാർ ചെയ്യേണ്ടതായ നിരവധി എത്രയോ കാര്യങ്ങൾ സമൂഹത്തിൽ കിടക്കുകയാണ്. ഇതുവരെ വിവാദത്തിന് വേണ്ടി മാത്രമാണ് ഈ ഭാരതാംബ വിവാദം ഒരു വിവാദമാക്കുന്നത്. ഈ ഭാരതാംബ എന്ന് പറയുന്നത് സങ്കല്പം ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. അത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഒരു സങ്കല്പം ഈ നാട്ടിലുള്ളതാണ്, ഈ മണ്ണിലുള്ളതാണ്. ഭാരതാംബ എന്ന് പറഞ്ഞ സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ ഈ ഭാരതാംബ വിവാദം ഇതൊരു വലിയ പ്രശ്നമാകുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് ചെല്ലൂ. അവിടെ ഒരു ദേവി ദേവതയുടെ ചിത്രമുണ്ടല്ലോ. നമ്മുടെ ഭാരതീയമായ രീതിയിൽ ഒരു സാരി ഉടുത്ത് ഒരു കയ്യില് ത്രാസും മറ്റൊരു കയ്യില് ഭരണഘടനയും ഒക്കെയായി കിരീടം വെച്ച് ഏതാണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഭാരതാംബയുടെ ചിത്രത്തിനോട് തന്നെ സാമ്യമുള്ളതാണ്. അപ്പോൾ ഇവര് അല്ലല്ലോ ഉള്ളത്, അതാണല്ലോ ഇവിടെ പ്രശ്നമാകുന്നത്. കേട്ടില്ല. നീതിദേവതയുടെ ചിത്രത്തിലുള്ളത് കാവി നിറത്തിലുള്ള കൊടിയല്ലല്ലോ, അതാണല്ലോ ഇവിടെ ഒരു പ്രശ്നമായി വരുന്നത്. അതൊരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗം ചിഹ്നമായി ഉപയോഗിക്കുന്ന ചിത്രമായതുകൊണ്ടാണ് ഇവിടെ പ്രശ്നമാകുന്നത്. ഈ കാവി എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെമായി ബന്ധപ്പെട്ട ഒരു നിറം എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ വിവേകാനന്ദനെ സ്വീകരിച്ചതാണല്ലോ ഇവിടെ എല്ലാ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും. അപ്പൊ വിവേകാനന്ദന്റെ വസ്ത്രത്തിന്റെ നിറം എന്തായിരുന്നു? അത് കാവിയായിരുന്നില്ലേ? അപ്പൊ കാവി എന്ന് പറയുന്നത് അതൊരു മാനവികതയുടെ, ദേശീയതയുടെ, ആത്മീയതയുടെ ഒക്കെ നിറമാണ്. അപ്പൊ അതിനെ ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. CPM ഇപ്പൊ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും അതിനു മുമ്പ് കൃഷി മന്ത്രിയും ഒക്കെ നടത്തിയ ഷോകൾ, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വലിയൊരു ഷോ. ഇവർക്ക് CPM-ന് എന്ത് ദേശീയതയാണുള്ളത്? ഇപ്പൊ മതതീവ്രവാദിയായ മദനിയെ കൊണ്ടുവന്ന് ആനയിച്ച് സ്വീകരിച്ച് വലിയ പരിപാടി നടത്തിയവരല്ലേ? ഹമാസിന് പരവതാനി വിരിച്ചു കൊടുത്തവരല്ലേ? ഏറ്റവും അവസാനം ഇപ്പൊ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത്തരം തീവ്രവാദ സംഘടനകളെ ന്യായീകരിച്ച് കൂടെ കൂട്ടിയവരല്ലേ? അപ്പൊ ഇവർക്കൊക്കെ CPM-ന് എന്ത് ദേശീയത, എന്ത് അഖണ്ഡ ഭാരതം? അതാണ് യാഥാർത്ഥ്യം. അവർക്ക് ദേശീയതയൊന്നുമില്ല, അവർക്ക് രാജ്യത്തോട് സ്നേഹമൊന്നുമില്ല. ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ രാജ്ഭവൻ തീർച്ചയായിട്ടും ഞാൻ 17-ാം തീയതി ഞാൻ അവിടെ ഒരു സാമ്പത്തിക സെമിനാറിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തിന്റെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ അദ്ദേഹമായിരുന്നു. അതായത് രാജ്യത്തിന്റെ ഇന്ത്യ ഇക്കോണമി ചാലഞ്ചസ് ആൻഡ് പ്രോസ്പെക്ട്സ് എന്നുള്ളതായിരുന്നു. അതായത് സാമ്പത്തിക രംഗത്തെ, സാമൂഹിക രംഗത്തെ, വ്യാവസായിക രംഗത്തെയൊക്കെ പ്രമുഖർ, വിവിധ വൈസ് ചാൻസലർമാരൊക്കെ ഉൾപ്പെട്ട ഒരു വളരെ അതിഗംഭീരമായ സെമിനാർ. ആ സെമിനാറിലും ഭാരതാംബയുടെ മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ്, അവിടെ നിലവിളക്ക് കൊടുത്തിക്കൊണ്ട് തന്നെയാണ് ആ പരിപാടി സമാരംഭിച്ചത്. കാരണം ഭാരതാംബ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ച്, അതിന്റെ വികാസത്തെ സംബന്ധിച്ച്, ദേശീയതയെ സംബന്ധിച്ച് ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ ഭാരതാംബയെ പൂജിച്ചുകൊണ്ടല്ലാതെ, ആ ഭാരതാംബയുടെ മുൻപിൽ വണങ്ങിക്കൊണ്ടല്ലാതെ പിന്നെ എന്ത്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ മുൻപിലോ അതോ അവിടെ ഒരു ചുവന്ന കൊടി വെക്കണമായിരുന്നോ? അതാണോ CPM ആവശ്യപ്പെടുന്നത്? ശരി, വളരെയധികം നന്ദി. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എന്തായാലും ഭാരതാംബ വിവാദം അങ്ങനെ കത്തി നിൽക്കുകയാണെന്ന് പറയാം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് സർക്കാർ. ഗവർണറുടെ ചുമതലകൾ പാഠ്യപദ്ധതിയിൽ വരെ ഉൾപ്പെടുത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നത്.